ഹലോ, ഇത് ഒരു സ്പെഷ്യൽ ക്ലാസ്സാണ്. അതായത് ഞാൻ ഐഗൻ വെക്ടേഴ്സിൻ്റെ ഒരു പ്രോപ്പർട്ടി ഒരാളോട് പറയാൻ പോയപ്പോഴാണ് വിചാരിച്ചത്. ഓക്കെ, ആക്ച്വലി ക്ലാസ്സിൽ ഞാൻ ഈ ഐഗൻ വെക്ടേഴ്സിനെ കുറിച്ച് കാര്യമായിട്ട് അപ്പോൾ ഇൻ ജനറൽ ഫിസിക്സ് പഠിക്കുന്ന ആർക്ക് വേണമെങ്കിലും ആക്സസിബിൾ ആയിട്ടുള്ള ഒരു ക്ലാസ്സാണ്. ഡിഗ്രിക്കും പി ജിക്കും എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ്സാണ്. നിങ്ങൾ പഠിക്കാത്ത കാര്യങ്ങളൊന്നും അല്ല, നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. മേ ബി റിമൈൻഡർ. ഓക്കെ, സോ ഐഗൻ വെക്ടർ എന്താണ് എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഡിഗ്രി ഫസ്റ്റ് ഇയറിലോ മറ്റു പഠിക്കുന്നുണ്ട്, +2 പഠിക്കുന്നുണ്ടോ തോന്നുന്നു. സോ മാത്സിലാണ് പഠിക്കുക. അപ്പോൾ എങ്ങനെയാണ് സാധാരണ പഠിക്കുക? എക്സ് ഈക്വൽ ടു ലാംഡ എക്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സ് ആണ് ഐഗൻ വെക്ടർ. ആ ലാംഡയാണ് ഐഗൻ വാല്യൂ, അതൊരു സ്കെയിലറാണ്. എ എന്ന് പറയുന്നത് മെട്രിക്സ് ആകാം. ഫിസിക്സിലാണ് നമ്മൾ പറയുന്നെങ്കിൽ ഓപ്പറേറ്റർ എന്ന് പറയും. കണക്കിലാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ അത് മെട്രിക്സ് എന്ന് പഠിക്കും. റൈറ്റ്, ഈ സ്കെയിലറും വെക്ടർ ഐഗൻ വെക്ടറും ഐഗൻ വാല്യൂ സെയിം തന്നെയാണ്. ഫിസിക്സിലും കണക്കിലും എല്ലാം സെയിം തന്നെയാണ് പറയുക. ഈ ഓപ്പറേറ്റർ ഐ എന്നുള്ളത് ഫിസിക്സിലാണെങ്കിൽ ടിപ്പിക്കലി ഓപ്പറേറ്റർ എന്നാണ് പറയുക. മാത്സിൽ ടിപ്പിക്കലി മെട്രിക്സ് എന്നായിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. എനിവേ, സോ എന്താണ് ഈ സാധനം? ഈ എ എന്താണ്? എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ആണ്. ആൻഡ് എക്സ് എന്ന് പറയുന്നത് ഒരു വെക്ടറാണ്. റൈറ്റ്, വെക്ടർ നമ്മളൊരു കോളം വെക്ടർ. റൈറ്റ്, നൗ എന്താണ് ഈ എ എക്സ് എന്നുള്ള ഓപ്പറേഷൻ? സോ ടിപ്പിക്കലി എ എന്ന് പറയുന്ന മെട്രിക്സ് ഫിസിക്സിൽ ഓപ്പറേറ്ററായിട്ടാണ് ഉപയോഗിക്കുക. സോ ദെയർ ഫോർ വി ടെൻ ടു തിങ്ക് ഓഫ് ദിസ് ആസ് എ റൊട്ടേഷൻ ഓർ എ റിഫ്ലക്ഷൻ, അല്ലെങ്കിൽ സം ഓപ്പറേഷൻ. റൈറ്റ്, ഫോർ എക്സാമ്പിൾ ലെറ്റ് us ടേക്ക് ആൻ എ. സോ വളരെ സിമ്പിളായിട്ടുള്ള ഒരു എ എടുത്തിട്ടുണ്ട്. 1 0 0 1 -1. നൗ ഈ മെട്രിക്സ് എ അത് ഒരു വെക്ടറിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? വാട്ട് ഈസ് എ എക്സ്? സോ ഇൻ ജനറൽ ഒരു എക്സ് എടുക്കുകയാണ്, x1 x2 എന്നൊരു എക്സ് എടുക്കുകയാണ്. വെൻ യു ഓപ്പറേറ്റ് വിത്ത് എ എന്താണ്? മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. സോ 1 ഇൻറ്റു x1, 0 ഇൻറ്റു x2, റൈറ്റ്, 0 ഇൻറ്റു x1 -1 ഇൻറ്റു x2, that would be x1 minus x2. സോ ലെറ്റ് us ടേക്ക് വൺ എക്സാമ്പിൾ. അതായത് 1 1 എന്നൊരു വെക്ടർ നമ്മൾ എടുത്തു. സോ വെക്ടർ ഗിവ്സ് magnitude and direction. So this is the direction and this is the magnitude also. Right, so ഇത് ഒറിജിൻ ആണ്, ഇത് എക്സ്ട്രാ, ഇത് ഒന്നാമത്തെ ഡയമെൻഷൻ. സോ അതിൽ ഒരു യൂണിറ്റ് ഇങ്ങോട്ട് വരുന്നു ആൻഡ് രണ്ടാമത്തെ ഡയറക്ഷനിൽ ഒരു യൂണിറ്റ് ഇങ്ങോട്ട് വരുന്നു. ദാറ്റ് ഇസ് 1 1. സോ ഈ ഡയറക്ഷൻ തരുന്ന വെക്ടറാണ് എക്സ് എന്ന് പറയുന്ന വെക്ടർ. റൈറ്റ്, സോ വാട്ട് ഹാപ്പൻസ് വെൻ എ ഓപ്പറേറ്റ്സ് ഓൺ ഇറ്റ്? You have to do the matrix multiplication, right? So 1 multiplied by this one, 1 into 1, 0 multiplied by this one, 0 into 1, 0 multiplied by this one, 0 into 1, minus 1 multiplied by this one, right? So 1 minus 1. So 1 minus 1 എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക? സോ ഈ ഡയറക്ഷനിൽ 1 എടുക്കണം, ഈ ഡയറക്ഷനിൽ -1 എടുക്കണം. റൈറ്റ്, സോ ദിസ് ഇസ് 1 minus 1 എന്നുള്ള ഡയറക്ഷനാണ്. അതായത് എക്സ് വെൻ ഓപ്പറേറ്റഡ് ബൈ എ എന്ത് സംഭവിച്ചു? ആ വെക്ടറിൻ്റെ ഡയറക്ഷൻ മാറി. ഇൻ ജനറൽ മാഗ്നിറ്റ്യൂഡ് മാറാം, ഈ കേസിൽ മാഗ്നിറ്റ്യൂഡ് മാറിയിട്ടില്ല, പക്ഷേ ഡയറക്ഷൻ മാറിയിട്ടുണ്ട്. റൈറ്റ്, സോ ലെറ്റ് us ടേക്ക് അനദർ എക്സ്. 2 1 എന്നൊരു എക്സ് എടുത്തു. സോ എക്സ് ഡയറക്ഷനിൽ 2, വൈ ഡയറക്ഷനിൽ 1 യൂണിറ്റ്. സോ ദിസ് ഇസ് യുവർ 2 1 എന്നുള്ള വെക്ടർ. ഈ എ വെച്ച് ഓപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും അതിൻ്റെ ഡയറക്ഷൻ മാറി 2 - 1 ആയിട്ടുണ്ട്. എങ്ങനെയാണ് ആയിട്ടുള്ളത്? എൻ്റെ മാത്ത് ഇതാ ഇവിടെ കാണിച്ചിട്ടുണ്ട്. സോ എഗെയിൻ എ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്തപ്പോഴേക്കും എക്സിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തു. സോ ലെറ്റ് us ടേക്ക് അനദർ വെക്ടർ 1 0. സോ 1 0 വെച്ച് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും യു ഗെറ്റ് എക്സ് ബാക്ക്. സോ എ എക്സ് എന്ന് പറയുന്നത് എക്സ് ആണ്. നൗ ദിസ് എക്സ് ഈസ് എ സ്പെഷ്യൽ വെക്ടർ. അതായത് എ എന്നുള്ള മെട്രിക്സിന് സ്പെഷ്യലാണ് ഈ വെക്ടർ എക്സ്. കാരണം എ എന്നുള്ള മെട്രിക്സ് വെച്ച് ഓപ്പറേറ്റ് ചെയ്തിട്ടും അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ എ എന്നുള്ള മെട്രിക്സിന് ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഒരു വെക്ടറാണ് വെക്ടർ എക്സ്. ദാറ്റ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് വെക്ടർ ഓർ ഐഗൻ വെക്ടർ. ദിസ് ഈസ് ഓഫ് ദ ഫോം എക്സ് ഈക്വൽ ടു ലാംഡ എക്സ് വെർ ലാംഡ ഇസ് 1. സോ ഐഗൻ വാല്യൂ ഇവിടെ 1 ആണ്. ആൻഡ് ദിസ് എക്സ് 1 0 എന്നുള്ള വെക്ടർ ഈ പർട്ടിക്കുലർ മെട്രിക്സിന് സ്പെഷ്യലാണ്.
സോ 1 0 എന്നുള്ള വെക്റ്റർ ഈ എ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്തിട്ട് ആ ഡയറക്ഷനിൽ തന്നെ ഇരുന്നു. നോ 3 0 എന്നുള്ള വെക്റ്റർ ആണെങ്കിൽ അത് 3 0 ആയിട്ട് തന്നെ ഇരിക്കും. എഗെയിൻ എക്സ് ഈക്വൽ ടു 1x ലാംഡ 1 ആണ് ഇവിടെ. സോ അതായത് ഐഗൻ വെക്റ്റർ എന്ന് പറയുന്നത് ഡയറക്ഷൻ യുണീക്ക് അല്ല, റൈറ്റ്? 0 1 1 0 ആകാം, അതേപോലെ 3 0 ആകാം, സ്ക്വയർ റൂട്ട് ഓഫ് 3 0 ആകാം. ഇറ്റ് കുഡ് ബി എനി എ 0, റൈറ്റ്? അതായത് ആ ഡയറക്ഷൻ മാത്രമാണ്, അതിൻ്റെ ലെങ്ത് ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, ലെറ്റ് us take another വെക്റ്റർ. -1 0 ആകാം. സോ -1 0 ആണ് വെക്റ്റർ എങ്കിലും ഇറ്റ് റിമൈൻസ് സെയിം ആസ് എക്സ്, റൈറ്റ്? അതായത് ഈ ഡയറക്ഷനിലുണ്ടായിരുന്ന വെക്റ്റർ ആ ഡയറക്ഷനിൽ തന്നെ ഇരിക്കുന്നു. Again you have x equal to 1x. 1 is the eigenvalue, your x is your eigenvector. അതായത് എക്സ് എന്നൊരു ഐഗൻ വെക്റ്റർ ഉണ്ടെങ്കിൽ -x ഉം ഐഗൻ വെക്റ്റർ തന്നെയാണ്. Let us take another example. 0 1 എന്നുള്ള വെക്റ്റർ എടുക്കുകയാണ്. അതായത് എക്സ് ഡയറക്ഷനിൽ 0 ആൻഡ് അടുത്ത ഡയറക്ഷനിൽ 1 ആണ് യൂണിറ്റ്. സോ ദിസ് ഈസ് യുവർ 0 1 വെക്റ്റർ. എക്സ് എ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോഴും അത് 0 -1 ആണ്. നിങ്ങൾ വിചാരിക്കും ചേഞ്ച് ആയി എന്ന്? ഇല്ല, ദാറ്റ് ഇസ് സ്റ്റിൽ ഇൻ ദ ഫോം ax equal to lambda x, where lambda is -1. അതുകൊണ്ട് ഈ എക്സും ഈ മെട്രിക്സിന് ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഒരു വെക്റ്ററാണ്. കാരണം എന്തുകൊണ്ടാണ്? ax equal to lambda x എന്ന് പറഞ്ഞാൽ മതി. ഇത് -1x ആണ്. Let me write it down. Here ax equal to -1 into x. So this -1 is the eigenvalue and this x is the eigenvector. Alright? So ഈ മെട്രിക്സിൻ്റെ രണ്ട് ഐഗൻ വെക്റ്റേഴ്സ് നമ്മൾ കണ്ടുപിടിച്ചു. ഏതൊക്കെയായിരുന്നു? ഒന്ന് എക്സ് ആക്സിസും രണ്ട് വൈ ആക്സിസും, റൈറ്റ്? സോ ഒരു ഐഗൻ വെക്റ്റർ എന്ന് പറയുന്നത് എക്സ് ആക്സിസിലായിരുന്നു. എക്സ് ആക്സിസ് എന്ന് പറയുമ്പോൾ ഈ ഡയറക്ഷനിലാണെങ്കിലും ഐഗൻ വെക്റ്റർ തന്നെയാണ്. വി ഓൾറെഡി എസ്റ്റാബ്ലിഷ് ദാറ്റ്. ആൻഡ് രണ്ട് വൈ ആക്സിസ് ആണ്, അതും ഇവിടെ ഐഗൻ വെക്റ്റർ തന്നെയാണ്. ഓൾറൈറ്റ്. സോ ആൻഡ് ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷൻസ് ഒക്കെ ഐഗൻ വെക്റ്റേഴ്സ് ആയിരിക്കും. ഓൾറൈറ്റ്. സോ ഐഗൻ വെക്റ്റേഴ്സ് എന്ന് പറയുന്നത് യുണീക്ക് അല്ല. അതായത് അവ ഈ മെട്രിക്സ് കൊണ്ട് ഓപ്പറേറ്റ് ചെയ്താലും ചേഞ്ച് ചെയ്യാത്ത ഒരു ഡയറക്ഷൻ തരുന്നു എന്നുള്ളൂ. ക്യാൻ ഗെറ്റ് സ്ട്രെച്ച്ഡ്. വേറൊരു എക്സാമ്പിൾ എടുക്കാം. ഞാൻ മെട്രിക്സ് എ മാറ്റിയിട്ട് ഞാൻ 2 0 0 -1 എടുത്തു. ആൻഡ് അഗെയിൻ ഐ എം ടേക്കിംഗ് 1 1 ആസ് യുവർ വെക്റ്റർ. ആൻഡ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എക്സ് എന്ന് പറയുന്നത് 2 -1 ആണ്. ആൻഡ് ദിസ് ഈസ് നോട്ട് ഓഫ് ദ ഫോം എന്താണ്? ax equal to lambda x എന്നുള്ള ഫോമിൽ അല്ല അത്, റൈറ്റ്? അതായത് ഈ 2നെ പുറത്തെടുക്കാൻ അങ്ങനെയൊന്നും പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഡയറക്ഷൻ മാത്രമല്ല ചേഞ്ച് ചെയ്തേക്കുന്നത്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നത് ഈ ഐഗൻ വെക്റ്ററിൻ്റെ കാര്യത്തിൽ ഒരു പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷേ ഒരു മെട്രിക്സ് കൊണ്ട് ഒരു വെക്റ്ററിനെ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡും ചേഞ്ച് ചെയ്യാം, ഡയറക്ഷനും ചേഞ്ച് ചെയ്യാം. ഡയറക്ഷൻ ചേഞ്ച് ചെയ്തില്ല എങ്കിൽ അതാണ് ഐഗൻ വെക്റ്റർ. ഇവിടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഇതൊരു ഐഗൻ വെക്റ്റർ അല്ല. ആൻഡ് ലെറ്റ് us take another vector. 1 0 എന്നുള്ള വെക്റ്റർ എടുത്തു. ആൻഡ് ഇറ്റ് ടേൺസ് ഔട്ട് ദാറ്റ്സ് ആൻ ഐഗൻ വെക്റ്റർ. എന്താണ്? 1 0 കൊണ്ട് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ യു ക്യാൻ റൈറ്റ് ഇറ്റ് ഇൻ ദ ഫോം 2 0 എന്ന് എഴുതാൻ പറ്റി, വിച്ച് ഈസ് ax equal to 2x, വേർ ലാംഡ ആണ് 2, റൈറ്റ്? അതായത് നിങ്ങളുടെ ഇങ്ങനെ ഒരു 1 0 എന്നൊരു വെക്റ്റർ ഉണ്ടായിരുന്നു. ഈ മെട്രിക്സ് വെച്ച് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ആ വെക്റ്റർ സ്ട്രെച്ച് ചെയ്തു 2 0 ആയി, പക്ഷേ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തു. അതുകൊണ്ട് തന്നെ ഇതൊരു ഐഗൻ വെക്റ്ററാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഓരോ മെട്രിക്സിനും, ഓക്കെ, ഈച്ച് മെട്രിക്സ് എന്ന് പറയുന്നത് ശരിയല്ല, ഇറ്റ്സ് സ്ക്വയർ മെട്രിക്സ്, സോറി അബൌട്ട് ദാറ്റ്. ഓക്കെ, ഓരോ സ്ക്വയർ മെട്രിക്സിനും അതിൻ്റേതായ
അതിൻ്റേതായ ക്യാരക്ടറിസ്റ്റിക് വെക്റ്റേഴ്സ് ഉണ്ട്. ആ ക്യാരക്ടറിസ്റ്റിക് വെക്റ്റേഴ്സിൻ്റെ ഒരു സെറ്റ് ഉണ്ട്. ആ വെക്റ്റേഴ്സിൻ്റെ ഡയറക്ഷൻ എ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ചേഞ്ച് ചെയ്യില്ല. എക്സ് ഈക്വൽ ടു ലാംഡ എക്സ് ആണ്, വേർ ലാംഡ ഇസ് എ സ്കെയിലർ. ആൻഡ് ഈ വെക്റ്റർ സ്ട്രെച്ച് ചെയ്യാം, അതായത് ലാംഡയുടെ വാല്യൂ അനുസരിച്ചിട്ട് എക്സ് സ്ട്രെച്ച് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ നേരെ റിവേഴ്സ് ചെയ്യാം. ദാറ്റ്സ് ഓൾസോ ഓക്കെ. അതായത് ലാംഡ കുഡ് ബി നെഗറ്റീവ് ഓൾസോ, ഓർ ലാംഡ കുഡ് ബി 0, ദാറ്റ്സ് ഓൾസോ ഓക്കെ. ഓർ ലാംഡ കുഡ് ബി ഇമാജിനറി, കോംപ്ലെക്സ്, എന്ത് വേണമെങ്കിലും. സോ അതുകൊണ്ട് എ എന്നുള്ള മെട്രിക്സിന് ഉള്ള സെറ്റ് ഓഫ് എക്സ് ഉണ്ട്, അത് ക്യാരക്ടറിസ്റ്റിക് ടു എ ആണ്. അവയുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പം അവയാണ് നമ്മൾ ഐഗൻ വെക്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഈ ഐഗൻ വെക്റ്റേഴ്സിന് എന്താണ് ഫിസിക്സിൽ എന്താണ് ഇമ്പോർട്ടൻസ്? അതായത് നമ്മൾ ഡൈനാമിക്കൽ സിസ്റ്റംസ് തിയറി എഴുതുകയാണെങ്കിൽ യു വിൽ ഹാവ് ടു കൺസ്ട്രക്ട് എ ഫേസ് സ്പേസ്, റൈറ്റ്? സോ ആ ഫേസ് സ്പേസിന് ഒരു ബേസിസ് സെറ്റ് ഓഫ് ബേസിസ് വെക്റ്റേഴ്സ് വേണം. ഇറ്റ് ഈസ് കൺവീനിയൻറ്റ് ടു ചൂസ് ദീസ് ഐഗൻ വെക്റ്റേഴ്സ്. നിങ്ങളുടെ ഓപ്പറേറ്റർ എന്താണോ അതിൻ്റെ ഐഗൻ വെക്റ്റേഴ്സ് ബേസിസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കൺവീനിയൻറ്റ് ഫോർ എസ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫേസ് സ്പേസ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ടുള്ള ബേസിസ് എന്ന് പറയുന്നത് എന്താ എടുക്കാറ്? സാധാരണ ഈ ഐഗൻ വെക്റ്റേഴ്സ് ആണ് എടുക്കാറ്. നിങ്ങളുടെ ഓപ്പറേറ്റർ എന്താണ്? ഫോർ എക്സാമ്പിൾ ഹാമിൽട്ടോണിയൻ ഉണ്ട്, ഹാമിൽട്ടോണിയൻ്റെ ഐഗൻ വെക്റ്റേഴ്സ് ആണ് നമ്മൾ സാധാരണ ബേസിസ് ആയിട്ട് എടുക്കുക, ബിക്കോസ് ഇറ്റ് ഈസ് കൺവീനിയൻറ്റ് ഫോർ us. ഓൾറൈറ്റ്. സോ അതിൻ്റെ കൂട്ടത്തിൽ പറയാൻ പറ്റുന്ന വേറൊരു കാര്യം, വെൻ മെട്രിസസ് കമ്മ്യൂട്ട് ചെയ്യുമ്പോൾ, അതായത് എ ബി ഈക്വൽ ടു ബി എ, ദേ ഷെയർ ദ സെയിം സെറ്റ് ഓഫ് ഐഗൻ വെക്റ്റേഴ്സ്. അതായത് നിങ്ങൾ ക്ലാസിക്കൽ മെക്കാനിക്സ് ഓർ ക്വാണ്ടം മെക്കാനിക്സ് ഒക്കെ പഠിക്കുമ്പോഴേക്കും we always keep worrying about this Hamiltonian properties, right? For example, you do worry about whether the Hamiltonian is Hermitian or not. You're actually worried about your lambda. Lambda real ആണോ കോംപ്ലെക്സ് ആണോ എന്നുള്ളതാണ് നമ്മുടെ അവിടുത്തെ വറി, റൈറ്റ്? അതേപോലെ യു ഡു വറി അബൌട്ട് ഹാമിൽട്ടോണിയനായിട്ട് കമ്മ്യൂട്ട് ചെയ്യുന്നതാണോ ഈ ഓപ്പറേറ്റർ ആണെങ്കിൽ എന്താ സൗകര്യം? ഐഗൻ വെക്റ്റേഴ്സ് സെയിം ആണ്. അതായത് ഐഗൻ വാല്യൂസ് മാറാം, പക്ഷേ സെയിം സെറ്റ് ഓഫ് ഐഗൻ വെക്റ്റേഴ്സ് ആയിരിക്കും. അതായത് എയുടെ ഐഗൻ വെക്റ്റേഴ്സ് തന്നെയായിരിക്കും ബിയുടെയും ഐഗൻ വെക്റ്റേഴ്സ്. സോ എക്സാമ്പിളായിട്ട് നമ്മൾ ഓൾറെഡി ചെയ്ത മെട്രിക്സ് എ ആണിത്, ആൻഡ് വേറൊരു മെട്രിക്സ് സിമ്പിളായിട്ടുള്ള മെട്രിക്സ് ആണ് ഞാൻ തന്നെ. സോ വേറൊരു മെട്രിക്സ് ബി എടുക്കുക, ആൻഡ് ഇതിൻ്റെ ഐഗൻ വെക്റ്റേഴ്സ് നിങ്ങൾക്ക് അറിയാം, റൈറ്റ്? എന്താണ്? യു ഹാവ് ദിസ്. ഒന്ന് ഈ ഡയറക്ഷനും ഉണ്ടായിരുന്നു, സോ ഒന്ന് ഈ ഡയറക്ഷനും ഉണ്ടായിരുന്നു, അത് 1 0 ഡയറക്ഷനും ഉണ്ടായിരുന്നു, വേറൊന്ന് 0 1 ഡയറക്ഷനും ഉണ്ടായിരുന്നു. അതാണ് നിങ്ങളുടെ എ എന്നുള്ള മെട്രിക്സിൻ്റെ ഐഗൻ വാല്യൂസ്. ആൻഡ് യു ക്യാൻ ആക്ച്വലി ഷോ ദാറ്റ് ഈ ബിക്കും സെയിം സെറ്റ് ഓഫ് ഐഗൻ വെക്റ്റേഴ്സ് ആണ് ഉള്ളത്. ഐഗൻ വാല്യൂസ് ഇൻ ജനറൽ മാറാം, പക്ഷേ ഈ കേസിൽ ഐഗൻ വാല്യൂസും സെയിം തന്നെയായിരിക്കും. സോ maybe you can do that as a homework.